ഈ കേരളത്തിലെ കുറെ മന്ത്രിമാരും കുറെ വലിയ വലിയ പ്രമുഖന്മാരായ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ്. അതിൽ ആരുണ്ട് എന്ന് പറയുന്നത്? അതെ, അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുള്ള ഒരു വലിയ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ സുന്നികളുണ്ട്, സുന്നി അല്ലാത്തവരും. അപ്പോ സുന്നി അല്ലാത്തൊരു ചങ്ങാതി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ നിക്കാഹ് നടത്തുന്നതിന് അതിന് കാദിയാരൊന്നും ആവശ്യമില്ല, കാദിയാർ ആവശ്യമില്ല, ഒരു ചൊല്ലിക്കൊടുക്കലും ആവശ്യമില്ല. പിന്നെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു വലിയ പറയണം, മറ്റേ ആള് ഞാനത് സ്വീകരിച്ചു എന്ന് പറയണം. മഹറുണ്ടെങ്കിലും മഹറും രണ്ട് സാക്ഷിയും വേണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ചൊല്ലിക്കൊടുക്കൽ ആവശ്യമില്ല. അപ്പൊ എല്ലാം പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ ചുള്ളിക്കോട് സക്കാഫി ഉണ്ടായിരുന്നു, നമ്മളെ പ്രതിനിധിയായിട്ട് ആ മീറ്റിംഗ്. ചുള്ളിക്കോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കതിനോട് യോജിപ്പില്ല. അതെന്തേ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ഇരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, അവരൊക്കെ സത്യപ്രതിജ്ഞ എടുത്തിട്ടല്ലേ മന്ത്രിയായത്. ഈ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് അവർക്കൊക്കെ അറിയില്ലേ, നോക്കി വായിക്കാന് അറിയാലോ. എന്നിട്ട് പിന്നെന്തിനാ ഒരു ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നത്? ഗവർണർ എന്തിനാണ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? ഈ ചൊല്ലുന്ന മന്ത്രിക്ക് അത് വായിക്കാൻ അറിയില്ലേ, ആ വിഷയം അറിയില്ലേ, പിന്നെ എന്തിനാണ് ചൊല്ലിക്കൊടുക്കുന്നത്? അതുപോലെ എന്തിനാണ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നത്? അത് ഈ സത്യപ്രതിജ്ഞയുടെ ഗൗരവം മനസ്സിൽ, ജനങ്ങളെ മനസ്സിലും ചൊല്ലുന്നവന്റെ മനസ്സിലും എല്ലാം പതിയാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു നിക്കാഹ് വരുമ്പോ ആദ്യം ഒരു നിശ്ചയിക്കൽ ആവശ്യമില്ല. നിക്കാഹിന് ഒരു കുഴപ്പമുണ്ടാവില്ല. നിശ്ചയിച്ചില്ലാത്ത നിക്കാഹിന് കുഴപ്പമുണ്ടാവും. അതുകൊണ്ടൊന്നും നിക്കാഹിന് ഒരു കുഴപ്പമില്ല എന്നുണ്ട് കാര്യമില്ല. നിക്കാഹിന് കുഴപ്പമൊക്കെ ഉണ്ട്, കുടുംബം തന്നെ ചിന്ന ഭിന്നമായി പോകും. അപ്പൊ എന്ത് വേണം? ആ പണ്ടം നടക്കുമ്പോലെ നടക്കണം. ആ സമ്മതം എല്ലാം ചോദിച്ച് എല്ലാരോടും പറഞ്ഞ്, ഇനി നിങ്ങൾ നോക്ക്, നിക്കാഹ് ചെയ്യാൻ നോക്കുമ്പോ എല്ലാരോടും സമ്മതം ചോദിച്ചിട്ട് നിക്കാഹ് നിശ്ചയിച്ച്, ഉമ്മാനോട് സമ്മതം ചോദിച്ചു, ഉമ്മാമാനോട് ചോദിച്ചു, മറ്റുള്ളവരൊക്കെ സമ്മതം ചോദിച്ചിറങ്ങി. അവളെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടെ അങ്ങനെ എല്ലാവരോടും സമ്മതം ചോദിച്ച് നിക്കാഹിന് പോയി. അവസാനം നിക്കാഹിന് പോയി ഇരുന്നപ്പോ അവിടുന്ന് പിന്നെ എല്ലാരോടും നിക്കാഹിന്റെ സമ്മതം. ആദ്യ നിക്കാഹിനല്ലേ എല്ലാരും വന്ന്, ഇനിയൊരു സമ്മതം വേണോ? അത് വേണം. അങ്ങനെ തന്നെയല്ലേ നമ്മള് ആസ്പത്രിയിൽ പോയാലും ചെന്നൈന്തിനൊരു ഓപ്പറേഷൻ വേണമെന്നിട്ടാ വന്ന്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാ വന്ന്, ഓപ്പറേഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സംഖ്യയും പറഞ്ഞിട്ടുണ്ട്, ഇത്ര ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞിട്ടുണ്ട്, ഇത്ര മണിക്കൂർ നീണ്ട ഓപ്പറേഷനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടില്ലേ പോയി. എന്നാലും ഓപ്പറേഷൻ ചെയ്യാന്ന് ഓരോ പിടിക്കലുണ്ട്, പിന്നെ ഓരോ പിടിക്കല്. അതെന്താണ്? അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ അതുപോലെ ഇവിടെയും ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഒരു ഏർപ്പാടാണ്. അവിടെ പിന്നെ ആ നിക്കാഹിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കാലത്ത് എങ്ങനെയാണോ നമ്മുടെ നാടുകളിൽ നടന്നു വന്നത്, പണ്ട് കാലത്ത് എങ്ങനെയാണോ നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിൽ നടന്നു വന്നത്, അതേ നിലക്ക് നടന്നു പോകണം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ജനങ്ങൾ ഈമാനിന് കേടുവരും, ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്ക് ഇത്തരം ബോധം വളരെ കുറവാ. അതിന്റെ ചോദിക്കാനാ, മറ്റേ എന്ത് പറയാനാ, അങ്ങനെ ഒരു ബോധം, അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരാകരുത്. എല്ലാം ചോദിച്ചിട്ട് ബാപ്പാനോട് ചോദിക്കണ്ടേ ബാപ്പാനോട്, ഉസ്താദിനോട് ചോദിക്കണ്ടേ ഉസ്താദിനോട്, പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കണ്ടേ പള്ളിയിൽ ഉസ്താദിനോട്, നമ്മളെ പഠിപ്പിച്ച ഉസ്താദിനോട് ചോദിക്കണ്ടേ നമ്മൾ പഠിപ്പിച്ച ഉസ്താദിനോട്. അങ്ങനെ എല്ലാവരോടും, പ്രായമുള്ളവരോട് അദബ്, അതുപോലെ കുടുംബത്തിലുള്ളവരോട് അദബ്, അയൽവാസികളോട് അദബ്. പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരെയും ക്ഷണിക്കാനൊന്നും കഴിയില്ല, എന്നാ സമ്മതം എടുക്കണം. അങ്ങനെ പഴയ കാലത്ത് എങ്ങനെയാണോ നടന്നു വരുന്നത് അതേ രൂപത്തിൽ നടക്കണം. നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് വളരെ കറക്റ്റായി. അവരെങ്ങനെയാണോ ഓരോ കാര്യങ്ങളെയും സമീപിച്ചത് അതേ രൂപത്തിൽ സമീപിക്കണം. അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല. അതിനാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വഴി എന്ന് പറയുന്നത്.